ഗായിക അമൃത സുരേഷിന് എന്നും താങ്ങായി നിന്നിട്ടുള്ള ആളാണ് സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷ്. ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളിൽ ചേർത്ത് പിടിച്ചതും സന്തോഷത്തിൽ പങ്കാളിയായതും അഭിരാമി മാത്രമായിരുന്നു. ഇപ്പോഴിതാ അമൃതയും മുൻ ഭർത്താവുമായിട്ടുള്ള വിവാദങ്ങളിലും പ്രതികരിക്കുന്നത് അഭിരാമിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റും വൈറലായി മാറിയിരുന്നു. ഇപ്പോഴിതാ ജീവൻ പണയം വെച്ചിട്ടാണ് താൻ പോരാടുന്നതെന്നും ജീവൻ്റെ അപായം കാരണം ഒരു കുറിപ്പൊക്കെ എഴുതി വെച്ചേക്കാമെന്ന് കരുതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് അഭിരാമിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുന്നത്. വാക്കുകൾ ഇങ്ങനെ: പുറത്തെ കനത്ത അപ്രതീക്ഷിതമായ മഴയും ഇടിമിന്നലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ മാത്രം. ആരെയും ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. PR വർക്ക് ചെയ്യുന്ന പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ താല്പര്യമില്ല. വീട്ടുകാരെ പറഞ്ഞെന്നും പറഞ്ഞ് തോക്കെടുത്ത് ഗുണ്ടായിസം കാണിക്കാനുമില്ല. പക്ഷേ ഒന്നിലധികം സാമ്പത്തികമായും നിന്നോടൊപ്പം ഏറ്റുമുട്ടാനുള്ള കരുത്തും കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പാവപ്പെട്ടവരോടുള്ള നിന്റെ ഈ കളികൾ, കാലം നിന്റെ കളികൾ പുറത്തു കൊണ്ടുവരും. അന്ന് നീ തല കുനിക്കുന്നത് മലയാള നാട് കാണും. മുകളിലിരുന്ന എൻ്റെ പരേതനായ അച്ഛൻ കാണും. നീ നശിപ്പിച്ച് കണ്ണീരൊഴുകിപ്പിച്ച പെറ്റ തള്ളമാരും സത്യമുള്ള അച്ഛന്മാരും നിന്റെ കള്ളപ്രണയത്തിൽപ്പെട്ട സാധു സ്ത്രീകളും കാണും. മലയാളികളുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. കാലങ്ങളോളം നാട്ടുകാരെ പറ്റിച്ച കപട നാടകങ്ങൾ പൊളിയുമ്പോൾ അവരുടെ നാട്ടിലെ കുട്ടികളെ ഉപദ്രവിച്ചവന്മാരെ എൻ്റെ നാട്ടിലെ ഏട്ടന്മാർ വെറുതെ വിടില്ല കേട്ടോ. തോക്കിലെ ഒരു ഉണ്ട ചേച്ചിക്കെന്ന് പലരോടും പറഞ്ഞല്ലോ. ഒന്നെൻ്റെ നെഞ്ചത്തുകൂടെ വിട്ടിട്ട് മാത്രമേ അടുത്തത് പൊട്ടൂ. പിന്നൊരു കാര്യം, വേഗം തീർത്ത് കളയല്ലേ. ഒരു കുറിപ്പൊക്കെ ഇപ്പോൾ തന്നെ എഴുതി വെച്ചേക്കാം. ജീവൻ്റെ അപായം കാരണം എൻ്റെ പ്രാണൻ വെച്ചിട്ടുള്ള പോരാട്ടമാണിത്. നിൻ്റെ ശരിയായ മുഖം മലയാളി നാട് കണ്ടിട്ട് വേണമെങ്കിൽ തീർത്തോ. എൻ്റെ അച്ഛനോട് ചെയ്യുന്ന പുണ്യമെന്ന് കരുതി നിന്നെ പോലെയുള്ള നിൻ്റെ വാടകയ്ക്കെടുത്ത പാവങ്ങളുടെയൊക്കെയുള്ള ഈ നാട്ടിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് തന്നെയാണ് ഭേദം. നിന്നെ പേടിച്ച് വെന്ത് ജീവിച്ച എൻ്റെ കുടുംബം പോലെ ബാക്കിയുള്ളവരുടെ കുടുംബങ്ങളും എന്നും അവർ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നതും നിന്റെ പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരം ഒരു നാൾ തീരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കാലിന് ഞങ്ങളെ ശക്തരാക്കിയതിന് നന്ദി. പക്ഷേ നീ എണ്ണി എണ്ണി പറയേണ്ടി വരും. നീ പറയുന്ന ദൈവത്തിനോടൊരിക്കൽ. രണ്ടാം ജന്മം തന്നതിൻ്റെ മറവിലുള്ള കഥകൾ അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല. എന്നിട്ടും മാറാത്ത ആളുകളെ ദൈവം പോലും വെറുക്കും. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. പക്ഷെ പന എങ്ങനെയാ ഒടുങ്ങുന്നതെന്നറിയാമോ? അപ്രതീക്ഷിതമായ ഇടിമിന്നലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി സുരേഷ് എത്തിയിരിക്കുന്നത്.